നമസ്കാരം പ്രിയപ്പെട്ടവരെ. തിന്നുന്ന ഭക്ഷണത്തിൻ്റെ കണക്ക് പറയരുത്, ചെയ്യുന്ന ഉപകാരത്തിൻ്റെയും കണക്ക് പറയരുത് എന്നാണ് എന്നെ കാർന്നോന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ആർക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതുമൊക്കെ കണക്ക് പുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ പാടില്ല. അതപ്പോൾ തന്നെ മറക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, അല്ലെങ്കിൽ അതിന് പുണ്യം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില കണക്കുകൾ പറയാതിരുന്നാൽ അത് അനീതിയായി പോകും എന്നതുകൊണ്ട് ആ പുണ്യം നഷ്ടപ്പെട്ടാലും അങ്ങനെ ആവട്ടെ എന്ന് കരുതുക മാത്രമാണ് ലക്ഷ്യം. ഞാൻ പറഞ്ഞു വരുന്നത് പൊതുപ്രവർത്തകനും യൂട്യൂബറുമൊക്കെയായ KM ഷാജഹാനെ കുറിച്ചാണ്. ഷാജഹാൻ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ എണ്ണി അതിനെ കണക്കൊന്നും പറയുന്നില്ല. ഞാൻ ഷാജഹാനെ അങ്ങനെ സഹായിച്ചത് എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചായിരുന്നില്ല. നേരെ മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഷാജഹാൻ്റെ ധാർമ്മിക പോരാട്ടത്തിന് കൊടുക്കുന്ന പിന്തുണ ഉറപ്പിക്കാനായിരുന്നു. ഷാജഹാനെ അകാരണമായി പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഒരു ദിവസം വീട്ടിൽ വെച്ച്. ഷാജഹാൻ എന്നെ വിളിച്ചാണ് സഹായം അഭ്യർത്ഥിച്ചത്. അന്ന് എല്ലാ കാര്യങ്ങൾക്കും തുണ ചെയ്തത് ഷാജഹാന് പോലീസ് സ്റ്റേഷനിൽ സഹായത്തിന് ആളെ പറഞ്ഞു വിട്ടത്, കേരളത്തിലെ എണ്ണം പറഞ്ഞ അഭിഭാഷകരിൽ ഒരാൾക്ക് ഫീസ് കൊടുത്ത് ജാമ്യമെടുക്കാൻ ഏർപ്പാടാക്കിയത്, അതിനുവേണ്ട പേപ്പർ വർക്കുകൾ ചെയ്തു കൊടുക്കാൻ സഹായം ചെയ്തത് ഒക്കെ ഞാൻ തന്നെയെന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെൻ്റെ ചുമതലയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നീട് ഷാജഹാന് വീഡിയോ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തതുപോലും ഞങ്ങൾ തന്നെയായിരുന്നു. ഇതിനു മുമ്പും ഷാജഹാനെ ചില അടിയന്തര സാഹചര്യങ്ങളിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഷാജഹാൻ ഒരു സത്യസന്ധന മനുഷ്യനാണ്, ധീരനാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു. ഷാജഹാൻ്റെ ഭാര്യ ഒരിക്കൽ എന്നെ വന്ന് കണ്ട്, ഷാജഹാൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഉള്ള ജോലി നഷ്ടപ്പെട്ടു, ഒരു ജോലിയുമില്ല, മുമ്പോട്ട് പോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞപ്പോൾ നിംസ് യൂണിവേഴ്സിറ്റി ഉടമ ഫൈസൽ ഖാനെ വിളിച്ച് ഷാജഹാൻ്റെ ഭാര്യയ്ക്ക് ഒഴിവ് വരുമ്പോൾ ജോലി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചതും ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഷാജഹാൻ്റെ ഭാര്യയ്ക്ക് പിന്നീട് ആ ജോലി ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്തത് ഷാജഹാനും ഞാനും തമ്മിൽ ഊഷ്മളമായ ബന്ധം ഉണ്ടായിരുന്ന കാലത്തായിരുന്നില്ല. 2023 പിണറായി വിജയൻ സർക്കാർ എന്നെ വേട്ടയാടുമ്പോൾ ഷാജഹാൻ എനിക്കൊട്ടും അനുകൂലമായിരുന്നില്ല. എൻ്റെ വീഡിയോകളെ വിമർശിച്ച് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല എന്ന നിലപാടായിരുന്നു ഷാജഹാൻ എന്നെടുത്തത്. എന്നിട്ടും ഷാജഹാനെ പിന്തുണച്ചത് ഷാജഹാൻ സത്യസന്ധനാണ് എന്ന് ഉറപ്പുകൊണ്ടായിരുന്നു. ഇന്ന് ഈ കണക്ക് വിളിച്ചു പറയേണ്ടി വരുന്നത് ഷാജഹാൻ സത്യസന്ധനല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഷാജഹാൻ അഴിമതിക്കാരനാണെന്നോ പണത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ എന്നല്ല, അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാരിൽ ഒട്ടുമിക്കവരും പണത്തിനും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുന്നവരാണ്. എന്നാൽ ഷാജഹാൻ അവരുടെ കൂടെ പെടുന്നില്ല. എന്നാൽ ഷാജഹാനിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യം ഒരു പരിധിവരെ പിണറായിയോളം വളർന്ന, പിണറായിയുടേതുപോലെ അഹങ്കാരമായി മാറുമ്പോൾ ചെയ്തു കൂട്ടുന്ന അഹന്തയായി മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. അതൊക്കെ വ്യക്തിപരമായ നിലപാടിൻ്റെ ഭാഗമായതുകൊണ്ട് വിട്ടുകളയുകയാണ് ചെയ്തത്. എന്നാൽ 1-2 സംഭവങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കെതിരെ കടുത്ത വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് ഷാജഹാൻ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ഷാജഹാനെ ഒരു ഉറപ്പുമില്ലാത്ത ചില കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കണ്ടു. അതിന് മറുപടി പറയണ്ട എന്ന് ഞാൻ കരുതിയതാണ്. കാരണം ഷാജഹാന് ചില അജണ്ടകളുണ്ട്. എന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ ADGP ആയിരുന്ന ശ്രീജിത്തും MR അജിത് കുമാറും ഒക്കെ സഹായിച്ചു എന്നാണ് ഷാജഹാൻ്റെ ആരോപണം. വാസ്തവത്തിൽ എന്നെ വേട്ടയാടിയതും എന്നെ തകർക്കാൻ ശ്രമിച്ചതും MR അജിത് കുമാർ ആയിരുന്നു. ശത്രുവിൻ്റെ പരാജയത്തിൽ പോലും സന്തോഷിക്കരുത് എന്നാണ് എൻ്റെ അപ്പനും അമ്മയും എന്നെ പഠിപ്പിച്ചതെങ്കിലും MR അജിത് കുമാറിൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കാതിരിക്കാൻ എനിക്ക് കഴിയാത്തത് ഇപ്പോഴും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ആവേശത്തോടെ ശക്തമായ വീഡിയോകൾ ചെയ്യുന്നത് ആ മനുഷ്യ സഹജമായ ദൗർബല്യം കൊണ്ടാണ്. ഈ MR അജിത് കുമാറുമായി ഞാൻ സെറ്റിൽ ചെയ്തു എന്നൊക്കെ PV അൻവർ പറഞ്ഞപ്പോൾ ചിരിക്കാൻ തോന്നിയത് അൻവറിന് അത്രയുമേ വിലയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ സമാനമായ ആരോപണം ഷാജഹാൻ പറയുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്ന് ചിന്തിച്ചു. മാത്രമല്ല അക്കാലത്ത് ശ്രീജിത്ത് എന്നെ സഹായിച്ചു എന്നാണ് മറ്റൊരു ഭാഷ്യം. DGP ശ്രീജിത്തിനെ എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ടെങ്കിലും ഒരാപത്തിലും സഹായിക്കാനുള്ള ധൈര്യമുള്ള ഓഫീസറല്ല ശ്രീജിത്ത്. ശ്രീജിത്തിനെ തന്നെ സഹായിക്കാൻ നിവൃത്തിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഷാജഹാൻ ഒരു സത്യസന്ധനല്ല എന്ന് പറയുന്നത്? സത്യസന്ധത എന്ന് പറയുന്നത് പണം വാങ്ങുന്നത് കൊണ്ടോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നത് കൊണ്ടോ മാത്രമുണ്ടാവേണ്ട ആരോപണമല്ല. സത്യസന്ധത പൂർണ്ണമായും നിഷ്പക്ഷമായ നിലപാടിനെ കൂടി ആശ്രയിച്ചാണ്. നമുക്കൊരാളോട് ശത്രുതയുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ അയാൾ നമ്മുടെ ജീവിതം തകർക്കാൻ ശ്രമിച്ചതാണെങ്കിൽ കൂടി, നമ്മൾ സംസാരിക്കുമ്പോൾ നിലപാടെടുക്കുമ്പോൾ അയാൾ നുണ പറയരുത് എന്ന നിലപാടുകൂടി സത്യസന്ധതയിൽപ്പെടും. എന്തോ കാരണത്താൽ KM ഷാജഹാനും DGP ശ്രീജിത്തും തമ്മിൽ
കടുത്ത ശത്രുതയിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഷാജഹാൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിൽ SP ആയിരുന്ന ശ്രീജിത്തിനോട് സംസാരിച്ചത് ശ്രീജിത്തിന് ഇഷ്ടപ്പെടാതിരിക്കുകയും ശ്രീജിത്ത് ശക്തമായ മറുപടി പറയുകയും ചെയ്തെടുത്ത് തുടങ്ങിയ ശത്രുതയാണെന്നാണ്. അന്നു മുതൽ ഇന്ന് വരെ ശ്രീജിത്തിനെ ഉപദ്രവിക്കാൻ വേണ്ടി വ്യാജ കേസുകൾ കൊടുക്കുകയും ചെയ്യാൻ നേതൃത്വം കൊടുക്കുന്നത് ഈ ഷാജഹാനാണ്. ഷാജഹാൻ ഹൈക്കോടതിയിലും വിവിധ കോടതികളിലും കൊടുത്ത നിരവധി കള്ളക്കേസുകൾ എങ്ങനെയാണ് തള്ളപ്പെട്ടത് എന്നും എങ്ങനെയാണത് ശ്രീജിത്തിനെ ബാധിച്ചത് എന്നും പല വീഡിയോകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഷാജഹാൻ കൊടുത്ത എല്ലാ കേസുകളും തള്ളിപ്പോകുന്നു. ഷാജഹാനെതിരെ ശ്രീജിത്ത് കൊടുത്ത മാനനഷ്ട കേസിൽ ഷാജഹാൻ ശിക്ഷിക്കപ്പെടുന്നു. എന്നിട്ടും പകയടങ്ങാതെ ആരെയെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് ഷാജഹാൻ ശ്രീജിത്തിനെതിരെ നടത്തുന്ന ഈ വേട്ടയാടൽ അത് സത്യസന്ധമല്ല, നിഷ്പക്ഷമല്ല, നീതിക്ക് വേണ്ടിയുള്ളതല്ല, നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിൽ കലർന്ന പകവീട്ടലിന് വേണ്ടിയാണ്. ഇങ്ങനെ പകവീട്ടുന്ന ഒരാൾ എത്ര സത്യസന്ധനാണെങ്കിലും അംഗീകരിക്കാൻ പ്രയാസമാണ്. പാലത്തായി കേസിന്റെ കാര്യം ഓർക്കുക. ഷാജഹാൻ ഒരു വീഡിയോ ഈ അടുത്ത കാലത്ത് ചെയ്തത് പാലത്തായി കേസിന്റെ പേരിൽ ഞാൻ മാപ്പ് പറയണമെന്നാണ്. പാലത്തായിലെ പത്മരാജൻ മാഷിനെ അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ പുറത്ത് തീവ്ര ഇസ്ലാമിക ശക്തികൾ മനഃപൂർവ്വം കള്ളക്കേസ് ചുമത്തി ജയിലിൽ അടച്ചതാണ് എന്ന് ആ കേസ് പഠിച്ച സാമാന്യ വിവരമുള്ളവർ പോലും മനസ്സിലാകും. എന്നാൽ എന്തോ ദുരൂഹമായ കാരണത്താൽ ഷാജഹാൻ പത്മരാജനെ ക്രൂശിക്കാൻ മുമ്പിൽ നിന്നവരിൽ പെടും. ആ കേസിൻ്റെ അന്വേഷണം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടെന്നും അവസാന നിമിഷം ജഡ്ജിയെ മാറ്റി പത്മരാജനെതിരെ എങ്ങനെ വിധി വന്നു എന്നുമൊക്കെ ചരിത്രം തെളിയിച്ചതാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ കേസ് പത്മരാജന് ശിക്ഷ മരവിപ്പിച്ചതും പത്മരാജന് ജാമ്യം കൊടുത്തതും. ഈ കേസിൽ എല്ലാ തെളിവുകളും ലഭ്യമായിട്ടും എല്ലാ സാക്ഷിമൊഴികളും ലഭ്യമായിട്ടും ഒരു നിരപരാധിയായ മനുഷ്യനെ വേട്ടയാടാൻ തീവ്ര ഇസ്ലാമിക ശക്തികൾ മുൻകൈയെടുത്തപ്പോൾ അവർക്ക് ഓശാന പാടിയ ഷാജഹാൻ സത്യസന്ധനാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ സത്യസന്ധതയില്ലായ്മയെ എങ്ങനെ വിമർശിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ടാണ് KM ഷാജഹാനെ ആപത്ത് സമയത്ത് സഹായിച്ച് ജയിലിലാവാതെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് മാപ്പ് പറയേണ്ടി വരുന്നത്. ഞാൻ സഹായിച്ചിട്ടും എന്നെ വിമർശിച്ചത് കുറ്റമായി ഞാൻ കാണുന്നില്ല. കാരണം ഷാജഹാനെ ഞാൻ സഹായിക്കുന്നതിന് മുൻപേ ഷാജഹാൻ എന്നെ വിമർശിക്കുമായിരുന്നു. ആർക്കും എന്നെ വിമർശിക്കാൻ അവകാശമുണ്ട്. അതിന് പേരിൽ അർഹതപ്പെട്ട സഹായം നിഷേധിക്കരുതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ സത്യസന്ധത ലവലേശമില്ല. നിരപരാധികളെ വേട്ടയാടാൻ ആർക്കോ വേണ്ടി കൊട്ടേഷൻ എടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ എങ്ങനെ അത് തുറന്നു പറയാതിരിക്കാൻ കഴിയും? ഷാജഹാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ: ഷാജഹാന്റെ രക്തത്തിൽ കലർന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പരിചയക്കാരനോട് പറഞ്ഞത്, ശ്രീജിത്തിനെ സഹായിക്കണമെന്നും നല്ല പദവി കൊടുക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഷാജഹാൻ കിടന്ന് തെറിയും ബഹളവും വയ്ക്കും എന്ന് പേടിച്ചാണ് അത് ചെയ്യാത്തത്. അതുകൊണ്ട് ഷാജഹാനും ശ്രീജിത്തും തമ്മിലുള്ള പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ ഇടപെടണമെന്നാണ്. നോക്കൂ, സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിക്ക് ഷാജഹാന്റെ പിടിവാശി മൂലം ഒരു നല്ല ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ പ്രയാസമുള്ള സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഷാജഹാൻ വിമർശിക്കപ്പെടണം, ഷാജഹാന്റെ സത്യസന്ധതയില്ലായ്മ ചൂണ്ടിക്കാണിക്കപ്പെടണം എന്ന് ഞാൻ തീരുമാനിച്ചതും ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്നതും. വ്യക്തിപരമായ ഒരു വിരോധവും എനിക്ക് ഷാജഹാനോടില്ല. ഷാജഹാൻ എനിക്കെതിരെ നടത്തുന്ന ഒരു വിമർശനത്തിന് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ പക വീട്ടാൻ വേണ്ടി നിരപരാധികളെ മനുഷ്യരെ വേട്ടയാടാൻ കൂട്ടുനിൽക്കുന്നത് അങ്ങേയറ്റം ഹീനകൃത്യമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഷാജഹാന് വേണ്ടി ഞാൻ ഇടപെട്ടപ്പോൾ ബാംഗ്ലൂരിലുള്ള മകൻ അന്നേ എന്നോട് മുന്നറിയിപ്പ് നൽകിയതാണ്. അയാളുടെ അച്ഛന് വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് നാളെ അച്ഛൻ എന്നെ തെറി വിളിച്ചാൽ പിന്നെ ഞങ്ങളെ ആരെയും പഴിക്കരുതെന്ന്. അച്ഛൻ ചെയ്തതിൻ്റെ ശിക്ഷ അച്ഛൻ അനുഭവിക്കട്ടെ, എന്തിനാണ് അതിലേക്ക് ഇടപെടുന്നത് എന്ന് അന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ മകനെ തെറ്റിദ്ധരിച്ചിരുന്നു. ഇപ്പോൾ എനിക്കത് ബോധ്യമായി. ആ മകനോടും പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഷാജഹാൻ സത്യസന്ധനാണ് എന്ന് കരുതി പിന്തുണച്ചതിനെ മാപ്പ് ചോദിക്കുന്നു.